എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് ടു ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ മുതൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ 2025 മാർച്ച് മാസത്തിലെ പ്ലസ് ടു പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ പ്ലസ് 1, പ്ലസ് 2 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ടോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് പരീക്ഷ എഴുതാൻ പറ്റുക, അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയിൽ പ്ലസ് 1-ൻ്റെയും പ്ലസ് 2-ൻ്റെയും പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിച്ചുള്ള എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പ്ലസ് 2 സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷനാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് 2025 മാർച്ച് മാസത്തിലെ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ റെഗുലർ വിഭാഗത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലോ അല്ലെങ്കിൽ പ്ലസ് 1-ൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലോ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ പ്ലസ് 1-ൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് സ്വാഭാവികമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പ്ലസ് 1, പ്ലസ് 2 അതായത് 2 ഇയർ രജിസ്ട്രേഷൻ ആണ്. അതായത് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ പ്ലസ് 1-ൻ്റെ സബ്ജക്റ്റ് ഇപ്പോൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിം സബ്ജക്റ്റിനെ പ്ലസ് 2 പരീക്ഷ കൂടി ഓട്ടോമാറ്റിക്കലി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അതേപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ പ്ലസ് 2-ൻ്റെ പരീക്ഷയ്ക്ക് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ സെയിം രജിസ്ട്രേഷൻ ചെയ്ത സബ്ജക്റ്റ് പ്ലസ് 1-ൻ്റെ പരീക്ഷ കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അപ്പോൾ ഇതുകൊണ്ടാണ് പ്ലസ് 1 കമ്പാർട്ട്മെൻറ്റിൽ അതുപോലെ പ്ലസ് 2 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലും രജിസ്ട്രേഷൻ ചെയ്ത രണ്ട് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു കമ്പാർട്ട്മെൻറ്റൽ അതായത് ഈ ഒരു പ്ലസ് 2 സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലസ് 2 റെഗുലർ എന്താണ് എന്നുള്ള കാര്യം പറയാം. പ്ലസ് 2 റെഗുലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ ഈ ഒരു ആദ്യമായിട്ട് പ്ലസ് 2 പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അതായത് ആദ്യമായിട്ടാണ് പ്ലസ് 2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിനുശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു പരീക്ഷ എഴുതിയിട്ട് ജയിക്കുകയോ തോക്കുകയോ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. ഇനി കമ്പാർട്ട്മെൻറ്റൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിൽ പ്ലസ് 2 പരീക്ഷ എഴുതുകയും എന്നാൽ ആ ഒരു വിദ്യാർത്ഥികൾ പ്ലസ് 2 സേ പരീക്ഷയ്ക്ക് ശേഷവും അതായത് സേ പരീക്ഷ ഒന്നുകിൽ എഴുതിയിട്ടുണ്ടാവും, ചില വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനെ ആ ഒരു സേ പരീക്ഷ നടന്നതിന് ശേഷവും പ്ലസ് 2 തോറ്റ വിദ്യാർത്ഥികളെയാണ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തെ ഇപ്പോൾ നടക്കുന്ന പ്ലസ് 2 സേ പരീക്ഷയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം ഇപ്പോൾ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് ഈ ഒരു പരീക്ഷ എഴുതി അതിലും തോക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും, റെഗുലർ വിഭാഗം വിദ്യാർത്ഥികളുണ്ടാവും ഈ ഒരു സേ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ തോൽക്കുകയാണെങ്കിൽ പിന്നീട് അടുത്ത വർഷം മുതൽ അവരും കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലേക്ക് മാറുന്നതായിരിക്കും. ഇതാണ് കമ്പാർട്ട്മെൻറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് പ്ലസ് 1 പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു പരീക്ഷയുടെ പേര് എന്ന് പറയുന്നത് പ്ലസ് 2 സേർ ഇംപ്രൂവ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഈ ഒരു പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കറിയാം പ്ലസ് 2-ൻ്റെ പരീക്ഷ മാത്രമേ എഴുതാൻ പറ്റൂ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ പ്ലസ് 1-ൻ്റെ പരീക്ഷ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് പ്ലസ് 2-ൻ്റെ സബ്ജക്റ്റിൻ്റെ പരീക്ഷ മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾ 2025 മാർച്ച് മാസത്തിലെ പ്ലസ് 1 റെഗുലർ വിഭാഗത്തിലോ അല്ലെങ്കിൽ പ്ലസ് 2 റെഗുലർ വിഭാഗത്തിലോ അല്ലെങ്കിൽ പ്ലസ് 1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലോ അല്ലെങ്കിൽ പ്ലസ് 2 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലോ ആയിട്ടോ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ എപ്പോഴാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ഈ ഒരു സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി അതിലും തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് രജിസ്ട്രേഷൻ, ഇനി അടുത്ത രജിസ്ട്രേഷൻ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ഇപ്പോൾ ഇനി ഈ ഒരു സേ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് അടുത്ത രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക ഇനി പ്ലസ് 1 ഓർ പ്ലസ് 2 പബ്ലിക് എക്സാമിനേഷൻ മാർച്ച് 2026 ആ ഒരു പരീക്ഷയ്ക്കാണ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ രജിസ്ട്രേഷൻ വരിക ഓഗസ്റ്റ് മാസത്തിന് ശേഷമുള്ള ഏത് മാസത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എപ്പോഴാണ് രജിസ്ട്രേഷൻ വരിക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. നിങ്ങളുടെ പരീക്ഷയുടെ സർക്കുലർ വരുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് dhsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ ഇത്തവണ 2017 മുതലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പ്ലസ് 1 അതുപോലെ തന്നെ പ്ലസ് 2 കമ്പാർട്ട്മെൻറ്റ് വിഭാഗം അതുപോലെ റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായത് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ മുൻവർഷങ്ങൾ തോറ്റിട്ടുള്ള 2017 മുതലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ രജിസ്ട്രേഷനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത വർഷം മുതൽ 2018 മുതലുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും, അതായത് 2018 മുതലുള്ള ഈ ഒരു 2024 വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം കിട്ടുക. അപ്പോൾ 2017 വർഷം പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ പിന്നീട് പ്ലസ് 2-ൻ്റെ തുല്യതാ പരീക്ഷയൊക്കെ എഴുതിയിട്ട് ജയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അടുത്ത വർഷം മുതൽ 2018 ആവാനുള്ള സാധ്യതയുണ്ട്. ചില സമയത്ത് 2017 വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പരീക്ഷ തോറ്റിട്ടുണ്ടെങ്കിൽ ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ വർഷത്തെ 2025 പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതിയിട്ട് തോൽക്കുകയും അതുപോലെ തന്നെ 2025 ഈ ഒരു പ്ലസ് ടുവിൻ്റെ ഈ ഒരു പബ്ലിക് എക്സാമിനേഷനിലോ അല്ലെങ്കിൽ സേ പരീക്ഷയ്ക്കോ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത വർഷം നടക്കുന്ന പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ പ്ലസ് 1ൻ്റെ പബ്ലിക് എക്സാമിനേഷനിൽ രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതേണ്ടതാണ്. അതുപോലെ പ്ലസ് 1ന് മാത്രം തോറ്റ വിദ്യാർത്ഥികളും ഇതേ രീതിയിൽ 2026 നടക്കുന്ന ഇതിൻ്റെ രജിസ്ട്രേഷൻ ഓഗസ്റ്റിന് ശേഷം ഏത് മാസത്തിലും dhsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരും. അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് പബ്ലിക് എക്സാമിനേഷനിൽ രജിസ്ട്രേഷൻ ചെയ്ത് പ്ലസ് 1ലേതോ പ്ലസ് 2ലേതോ സബ്ജക്റ്റുകൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലസ് 2 സേ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾ ഏത് വർഷം പരീക്ഷ ചെയ്ത് തോറ്റൊരു വിദ്യാർത്ഥി ആയതിനാൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലാണ് വരിക. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തതായിട്ടുള്ളത് ഈ വർഷത്തെ ആ ഒരു വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസിലേക്ക് കയറാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞാൽ റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്ക് റെഗുലർ വിഭാഗത്തിൽ ജയിച്ചൊരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നിങ്ങൾ പ്രാക്ടിക്കൽ സബ്ജക്റ്റുള്ള പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യണം എന്നതിന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഒരു തവണ പ്രാക്ടിക്കൽ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ എഴുതേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു തവണ പ്രാക്ടിക്കൽ എഴുതാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിർബന്ധമായിട്ടും പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. മാർക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നുള്ള ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ജൂൺ 4, 5 തീയതികളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അതുപോലെ ഒരു സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് 500 രൂപ പ്ലസ് 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരിക. ഒരു വിദ്യാർത്ഥിക്ക് ഒരു സബ്ജക്റ്റ് മാത്രമേ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും DHSCയുടെ സ്പെഷ്യൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒന്നിലധികം സബ്ജക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് എഴുതാനായിട്ട് പറ്റുക. ഇനി അടുത്തത് സേ പരീക്ഷയുടെ കാര്യം നോക്കാം. സേ പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 6 വിഷയം വരെ നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങൾക്ക് TE മാർക്ക്, അതായത് TE മാർക്ക് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് TE മാർക്കും ഗ്രേസ് മാർക്കും കൂട്ടുന്ന സമയത്ത് 60 മാർക്ക് സബ്ജക്റ്റിൽ 36 മാർക്കോ 80 മാർക്ക് സബ്ജക്റ്റിൽ 48 മാർക്കോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു കിട്ടാതെ 6 സബ്ജക്റ്റുകളുണ്ടെങ്കിൽ 6 സബ്ജക്റ്റും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതായത് നിങ്ങൾ തോറ്റിട്ടുള്ള ഏതൊരു സബ്ജക്റ്റും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. എന്നാൽ പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റ് മാത്രമേ നേരത്തെ പറഞ്ഞതുപോലെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ പ്ലസ് ടുവിൻ്റെ പരീക്ഷയ്ക്ക് കുറഞ്ഞ മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചാൽ ജയിക്കാൻ വേണ്ട മാർക്ക് വാങ്ങിച്ചാൽ മതിയാകും. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സേ പരീക്ഷയുടെ ഫീസാണ്. ഫീസ് എന്ന് പറയുമ്പോൾ 150 രൂപ പെർ സബ്ജക്റ്റാണ് തിയറി പേപ്പറിന് വരിക. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ കൂടി നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതായത് നിങ്ങൾ പരീക്ഷയിൽ പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങൾ എഴുതാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ സേ പരീക്ഷയായിട്ട് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും വേണമെങ്കിൽ പ്രാക്ടിക്കൽ പരീക്ഷ ഈ ഒരു ജൂൺ 4, 5 തീയതികളിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പരീക്ഷ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ അങ്ങനെ പ്രാക്ടിക്കലിൻ്റേത് കൂടി പ്രാക്ടിക്കൽ സബ്ജക്റ്റിൻ്റെ ആ ഒരു പ്രാക്ടിക്കൽ കൂടി നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ 175 രൂപ പെർ സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതേണ്ട, ഓൾറെഡി എഴുതിയിട്ടുണ്ട്, നിങ്ങൾ തിയറി മാത്രമേ എഴുതുന്നുള്ളൂ എങ്കിൽ ഈ ഒരു 150 രൂപ പെർ സബ്ജക്റ്റ് മാത്രമേ ആവശ്യമായിട്ട് വരികയുള്ളൂ. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി വരുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡൗട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾക്ക് മലയാളം, തമിഴ്, കന്നഡ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷിലാണ് പരീക്ഷ എഴുതുക എന്നുള്ളത് ചില വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നിങ്ങളുടെ ചോയ്സാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുന്ന പരീക്ഷ നിങ്ങൾക്ക് അതിൻ്റെ തിയറി പാർട്ട് മലയാളത്തിലോ അല്ലെങ്കിൽ തമിഴിലോ കന്നഡയിലോ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ അത് നിങ്ങൾ ഏത് ഭാഷയിൽ എഴുതാനാണ് സാധ്യത എന്നുള്ളത് ആണ് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ പേപ്പർ വാല്യുവേഷന് അയക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അത് പാർട്ട് 3യിൽ മാത്രമാണ്. അതായത് ഈ ഒരു ഇംഗ്ലീഷും അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജും ഒഴികെയുള്ള ബാക്കി സബ്ജക്റ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് അത് ചോദിക്കുന്നത്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇംപ്രൂവ്മെൻ്റ് ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇംഗ്ലീഷ് ആണെങ്കിലേ പാർട്ട് 1ൽ എഴുതേണ്ടും, സെക്കൻഡ് ലാംഗ്വേജിൽ ആണെങ്കിൽ പാർട്ട് 2ൽ എഴുതേണ്ടും, ബാക്കി എല്ലാ സബ്ജക്റ്റും പാർട്ട് 3യിലാണ് എഴുതേണ്ടി വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വിഷയമാണ്. ഇപ്പോൾ നിങ്ങൾ ഫിസിക്സ് ആണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുമെങ്കിൽ ഈ ഒരു പാർട്ട് 3യിലാണ് അതിൻ്റെ എഴുതേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 6 വിഷയം ഈ ഒരു സേ പരീക്ഷ എഴുതണമെങ്കിൽ 6 വിഷയത്തിൻ്റെ കോളത്തിലും കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു പേര് എഴുതാവുന്നതാണ്. അതുപോലെ പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം പ്രാക്ടിക്കൽ പ്ലസ് തിയറി എന്നുള്ള കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങൾ നൽകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ്. അതുപോലെ ഇതിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒട്ടിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പരീക്ഷാ ഫീസ്, അതുപോലെ തന്നെ
തന്നെ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഇത്രയുമാണ് വേണ്ടത്. അതായത് ഈ ഒരു ഫോം ഒരു ഫോട്ടോ ഇതിൽ ഒട്ടിക്കണം. അതുപോലെ അത് പ്രിൻസിപ്പാൾ അറ്റസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫോട്ടോ നിങ്ങളെ കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം. അത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് വേണ്ടത്. അതുപോലെ തന്നെ അപേക്ഷാ ഫീസ്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ടത്. ഇനി ഒരു അപേക്ഷ എവിടെ കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലസ് ടു, അതായത് 2025 മാർച്ച് മാസത്തിലെ പ്ലസ് ടു പരീക്ഷ അല്ലെങ്കിൽ പ്ലസ് ടു കമ്പാർട്ട്മെൻറ്റ് വിഭാഗം അല്ലെങ്കിൽ പ്ലസ് 1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷ ഓൺലൈനായിട്ടല്ല ഓഫ്ലൈനായിട്ട് ഈ ഒരു ഫോം ഫില്ല് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ്, സേപ്പ് പരീക്ഷയിൽ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഏകദേശം മെയ് 31 തീയതിയുടെ ഹാൾ ടിക്കറ്റ് കിട്ടും. അപ്പോൾ മെയ് 4, 5 തീയതികളിലായിട്ടാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ജൂൺ 23 മുതൽ 27 തീയതി വരെയാണ് ഈ ഒരു തിയറി പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയറി പരീക്ഷ നിങ്ങൾ കൃത്യമായിട്ട് പോയിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് പരീക്ഷ ഉള്ളത് എന്നുള്ളതനുസരിച്ച് സേപ്പ് പരീക്ഷയുടെയും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും ഒരുമിച്ചാണ് പരീക്ഷ നടക്കുക. നിങ്ങൾ കൃത്യമായിട്ട് ടൈം ടേബിൾ നോക്കിയിട്ട് എപ്പോഴാണ് പരീക്ഷ എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക. അതുപോലെ പരീക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ തന്നെ ആയിരിക്കണമെന്നില്ല, മറ്റേതെങ്കിലും സ്കൂളിലായിരിക്കും. അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളുകൾ, ഏകദേശം 3-4 സ്കൂളുകളെ ക്ലബ്ബുകളാക്കി അതിൽ ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരിക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാലുള്ള, അതായത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നാണ്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് എടുക്കുക. അതുപോലെ തന്നെ അത് ഹോൾ ടിക്കറ്റാണ് നിങ്ങൾ പ്രധാനമായിട്ടും എടുക്കേണ്ടതുള്ളൂ. ഹാൾ ടിക്കറ്റും നിങ്ങളുടെ പെന്നും കാര്യങ്ങളൊക്കെ, അത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിന് പരീക്ഷ എഴുതാനായിട്ട് ആവശ്യമുള്ളത് അതൊക്കെ നിങ്ങൾ എടുക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത്. അപ്പോൾ റിസൾട്ട് വരുന്നത് നിങ്ങൾക്ക് ഏകദേശം ജൂലൈ പകുതിയോടെയാണ് നിങ്ങളുടെ റിസൾട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് കിട്ടുക എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് ഏകദേശം ഓഗസ്റ്റ് മാസത്തിലാണ് കിട്ടുക. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സർട്ടിഫിക്കറ്റ് കമ്പൈൻഡ് ആണോ കിട്ടുക അല്ലെങ്കിൽ മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണോ കിട്ടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സേ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ ജയിച്ച മാർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ന്യൂ സർട്ടിഫിക്കറ്റ്, അതായത് പുതിയ പ്ലസ് 2 സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് തരിക. അതുപോലെ തന്നെ നമ്പർ ഓഫ് ചാൻസിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആണ് എഴുതുന്നതെങ്കിൽ കൂടിയ മാർക്കാണ് പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുകയാണെങ്കിൽ സെപ്പറേറ്റ് മാർക്ക് ലിസ്റ്റ് കിട്ടുന്നതാണ്. അതുപോലെ ഇംപ്രൂവ്മെൻറ്റിൽ കൂടിയ മാർക്ക് ഏതാണോ അതാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുന്നത്. ഇംപ്രൂവ്മെൻറ്റ് എഴുതിയാൽ നമ്പർ ഓഫ് ചാൻസ് 1 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്പർ ഓഫ് ചാൻസ് കൂടില്ല. നമ്പർ ഓഫ് ചാൻസ് കൂടുന്നത് നിങ്ങൾ ഓൾറെഡി ജയിച്ചു എന്നാൽ മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്നത്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ചാൻസ് 1 എന്ന് പറയുന്നത്. നിങ്ങൾ സേ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ മുൻ വർഷങ്ങളൊക്കെ കുറേ സേ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചാൻസ് കൂടും. ഈ വർഷം ആദ്യമായിട്ടാണ് സേ എഴുതുന്നതെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് 2 എന്നാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്പൈൻഡ് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ ഈ ഒരു സേ പരീക്ഷയുടെ മാർക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ഒരു പ്ലസ് 2 സർട്ടിഫിക്കറ്റാണ് കിട്ടുക. ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിലാണ് കിട്ടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്ക് ശേഷം തോൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് പ്ലസ് 2വിൻ്റെ അല്ലെങ്കിൽ പ്ലസ് 1ൻ്റെയും പ്ലസ് 2ൻ്റെയും പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ വരിക. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഏത് മാസം വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഇത് നിങ്ങളോട് ഏത് മാസം പ്രതീക്ഷിക്കാമെന്ന് പറയാൻ കാരണം DSSCയുടെ ഓർഡർ അനുസരിച്ച് എപ്പോഴാണ് വരിക സർക്കുലർ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. കാരണം ഈ ഒരു ഡിസംബറിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഈ സെപ്റ്റംബറിലൊക്കെയാണ് രജിസ്ട്രേഷൻ വരിക. സെപ്റ്റംബറിലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഓഗസ്റ്റിലോ അല്ലെങ്കിൽ ഒക്ടോബറിലോ ഒക്കെയാണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് നിങ്ങളോട് അതിൻ്റെ ഡേറ്റ് പറയാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ DHSC-Kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഓഗസ്റ്റിന് ശേഷമോ അല്ലെങ്കിൽ ഓഗസ്റ്റ് പകുതിയാകുന്നതിന് ശേഷമോ ഡെയിലി ഒന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ സർക്കുലർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ നോക്കിയിട്ട് ആ ഒരു പ്ലസ് 2വിൻ്റെയോ അല്ലെങ്കിൽ പ്ലസ് 1ൻ്റെയോ പബ്ലിക് എക്സാമിനേഷനിൽ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഏത് വർഷത്തേതാണ്, പ്ലസ് 1ൻ്റെ പരീക്ഷ ഏതാണോ പ്ലസ് 2ൻ്റേതാണോ എഴുതേണ്ടത് അതനുസരിച്ച് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്ലസ് 2ൻ്റെ സേ പരീക്ഷ കഴിയുന്നതോടുകൂടി നിങ്ങൾ പിന്നീട് തോൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലേക്കായിട്ടാണ് മാറുക. അതുകൊണ്ട് തന്നെ 2 വർഷം രജിസ്ട്രേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതായത് പ്ലസ് 1ൻ്റെ സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്താൽ സെയിം സബ്ജക്റ്റ് പ്ലസ് 2വിന് കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. പ്ലസ് 2ൻ്റെ സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്താൽ ആ സെയിം സബ്ജക്റ്റ് പ്ലസ് 1ൻ്റേതിന് രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. പ്ലസ് 1 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. ഇങ്ങനെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങൾക്ക് ഒന്ന് ഇപ്രാവശ്യം എഴുതിയിട്ട് അടുത്ത വർഷം ഒരു സബ്ജക്റ്റ് കൂടി ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒരിക്കലും പറ്റത്തില്ല. പ്ലസ് 2 ജയിച്ചൊരു വിദ്യാർത്ഥി ഇത്തവണ മാത്രമാണ്
നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നീട് അടുത്ത വർഷമൊന്നും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടത്തില്ല. സേ പരീക്ഷ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത വർഷം അതിൻ്റെ പുറത്തെ വർഷമൊക്കെ ആയിട്ട് ഈ ഒരു സേ പരീക്ഷ ജയിക്കാനായിട്ട് പരീക്ഷ എഴുതാനായിട്ടുള്ള അവസരമുള്ളത്. ജയിച്ചൊരു വിദ്യാർത്ഥിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഇത്തവണ മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ മെയ് 27-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ അപേക്ഷ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മെയ് 27-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് മെയ് 29-ാം തീയതി വരെ നിങ്ങളുടെ അപേക്ഷാ ഫീസിനോടൊപ്പം 600 രൂപ കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് ആ ഒരു കാര്യം ചെയ്യാതെ നിങ്ങൾ നേരത്തെ തന്നെ കൊടുക്കുക. കാരണം ആ ഒരു 600 രൂപ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു 2-3 വിഷയം സേ പരീക്ഷയൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.